മുടിയുടെ വളർച്ചയ്ക്ക് ഏഷ്യയിലെ ഏറ്റവും നല്ല കേസ സംരക്ഷണ കൂട്ടാണ് കഞ്ഞിവെള്ളം. അരി വാർത്തതിന് ശേഷം ഈ വിലയേറിയ മരുന്ന് സിങ്കിൽ ഉപേക്ഷിക്കുന്നതിന് പകരം അത് മുടിയിൽ പ്രയോഗിക്കുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്പാവരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തത്. ഇനി അതിലേക്ക് ചൂട് കഞ്ഞിവെള്ളമാണ് എടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മുടെ റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. റോസ്മേരി വാട്ടർ പുരട്ടിയാൽ തലമുടി വളരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു വാക്കാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. തലമുടി കൊഴിച്ചിലിന് ഈവൻ കഷണ്ടി പോലും മാറി മുടി വളരുന്നതിന് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ മതിയെന്നാണ് സോഷ്യൽ മീഡിയ മുഴുവനും നോക്കിയാൽ കാണാൻ പറ്റും. അത് കണ്ടിട്ട് പുരുഷന്മാരായാലും സ്ത്രീകളായാലും റോസ്മേരി ലീവ്സിൻ്റെ വാട്ടർ ഓയിലും എന്നിവയൊക്കെ വേഗമായി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. 95% ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി 5% ആൾക്കാർക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടാതെയും വന്നിട്ടുണ്ട്. അപ്പോൾ റോസ്മേരി എന്ന് പറയുന്ന ചെടി പണ്ട് കാലം മുതൽ റോമൻസ് ഉൾപ്പെടെ ഉപയോഗിച്ച് വന്നതാണ്. ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ചത് മുടിക്കല്ല, ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഭക്ഷണത്തിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റോസ്മേരി നമ്മുടെ കഞ്ഞിവെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ മാറുകയും മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ നെല്ലിക്ക പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടിയില്ല, നമ്മുടെ പച്ച നെല്ലിക്കയാണ് ഉള്ളതെങ്കിൽ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചതച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലാക്കി അരച്ച് അതിൽ നിന്ന് നീര് പിഴിഞ്ഞിട്ട് ആ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് രീതിയിലാണോ ഉള്ളത് ആ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഈ നെല്ലിക്കയുടെ പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ അളവിൽ നെല്ലിക്കയുടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലവണ്ണം തിളച്ചിട്ട് നമ്മൾ അരിച്ചു മാറ്റണം. അരിച്ചു മാറ്റിയിട്ട് തണുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി നല്ലവണ്ണം ഒന്ന് സ്കാൽപ്പിലും മുടി ഇഴകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. നെല്ലിക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക്, ഹെയർ മാസ്കും ഹെയർ സൊല്യൂഷനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് പെട്ടെന്ന് നര വരുന്നതിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ആവശ്യാനുസരണം തണുപ്പ് മാറിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.